ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആളുകൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രേ ചെയ്യാൻ പറയുന്നു, അതാണോ? അതല്ല. എന്താ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? പ്രാർത്ഥിക്കുമെന്ന് പറയണില്ല, എന്താ നിങ്ങൾക്ക് പ്രശ്നം? പ്രാർത്ഥിക്കുന്നതാണോ ഏറ്റവും വലിയ പ്രശ്നം? നോക്കൂ, ഇവര് വസ്തുതകളെ വളച്ചൊടിക്കുകയും തെറ്റായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നിവിടെ ആരെങ്കിലും പറഞ്ഞു? പ്രാർത്ഥന മാത്രമാണ് പരിഹാരം എന്ന് പറയുന്നത്, ദൈവം മാത്രമാണ് അഭയം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നും അബദ്ധമാണെന്നും അപകടത്തിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്നതാണ് എന്നും സൂചിപ്പിക്കുന്നതാണ്. ഇത്തരം ദുരന്തമുഖത്ത് വട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കലല്ല, ദുരന്തമുഖത്ത് ചളിയിൽ നമസ്കാരം എന്ന പേരിൽ കുത്തിമറിയലല്ല രക്ഷാപ്രവർത്തനം. അതല്ല ഈ ദുരന്തഭൂമിയിൽ മനുഷ്യർ ആഗ്രഹിക്കുന്നത്, മനുഷ്യർക്ക് ചെയ്യേണ്ടത്. ഇവിടെ മതവും ദൈവവും തൽക്കാലം മാറ്റിവെക്കുകയും മനുഷ്യരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ അപ്പൊ എന്താ ഇപ്പൊ ഇയാൾ പറയുന്നത്? നമ്മൾ ആരെങ്കിലും ഇവിടെ വയനാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരന്തം നടക്കുകയുണ്ടായി, എല്ലാവർക്കും അറിയുന്നത്. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ ഒരു യുക്തിവാദികളെയും കണ്ടിട്ടില്ല. അവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് മതപരമായിട്ടുള്ള അതിന്റെ ആളുകളെ ആയിരുന്നു നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇയാൾ ഏതോ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഇതിനെ വിലയിരുത്തുക. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ നമുക്കറിയാം ദുരന്ത സ്ഥലത്ത് അവിടെ ആളുകളെ കണ്ടെത്തുകയും അതേപോലെയുള്ള അവരുടെ ചളികളൊക്കെ നീക്കുകയും അവിടുത്തെ മണ്ണ് മാറ്റുക, അതേപോലെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ അതല്ല മരണപ്പെട്ടവരാണെങ്കിൽ അവിടെ നിന്നും അവരുടെ മയ്യത്ത് അതേപോലെ ശവശരീരം ഒക്കെ എടുക്കുക. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനം, അതേപോലെ അതിന് വേണ്ട ഫണ്ടുകൾ അതൊക്കെ രൂപീകരിക്കുക, അതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ അടുത്ത് ആ ഒരു എന്താ പറയാ, ആ സംഭവം ഇപ്പോ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഫയർ ആക്സിഡന്റ് നടക്കുകയാണ്. ആ സമയത്ത് ആരെങ്കിലും, അത് ദൈവവിശ്വാസികൾ ആണെന്ന് വിചാരിക്കാം, ആ സമയത്ത് ആരെങ്കിലും രക്ഷാപ്രവർത്തനമായിട്ട് പോകുന്ന സമയത്ത് അവർ നിസ്കരിക്കാൻ നിൽക്കുകയല്ല ചെയ്യാം. അത് അവിടെ അർജന്റിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അപ്പൊ അവിടെ നിസ്കരിക്കാനൊന്നല്ല നിൽക്കുക, ആ ആളുകളുടെ ജീവൻ രക്ഷിക്കാനാണ് നിൽക്കുക. അതേ സ്ഥാനത്ത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ പറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു കുറച്ച് ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് ആളുകൾ അവിടെ ഈ ദുരന്ത ഭൂമിയിൽ സഹായം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ 5 നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധ ബാധ്യതയാണ്. അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അവര് കുറച്ചു നേരം 5 മിനിറ്റ് മതി, 5 മിനിറ്റിന്റെ താഴെ മതി ഒരു നേരത്തെ നമസ്കാരത്തിന്. ആ ഒരു 5 മിനിറ്റ് എല്ലാവരും മാറി നിൽക്കാതെ കുറച്ച് ആളുകൾ പോയി നിസ്കരിക്കുന്നു, പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ നടത്തുമ്പോൾ. അതേപോലെ അവര് ഈ നമസ്കാരം കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ പോയി നിസ്കരിക്കും. അത്രയേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഇദ്ദേഹം പറയുന്നത് വെച്ചാല് പ്രാർത്ഥന മാത്രം മതി. ആരാണ് പ്രാർത്ഥന മാത്രം മതി എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളൊന്നും അവിടെ പോവില്ലല്ലോ, അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കല്ലേ ചെയ്യാം. എന്താണ് നിങ്ങൾ പറയുന്നത്? അവിടെ കൂടുതലും ഈ പറഞ്ഞ നാസ്തികരൊന്നും അവിടെ കാണാൻ തന്നെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. എന്തോട്ടെ, അവിടെ മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ മുസ്ലിങ്ങള് അവരുടെ 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവര് അവിടെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് വൃത്തിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് മാറി നിസ്കരിക്കും, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ രക്ഷാപ്രവർത്തനം എന്നുള്ളത് അവരെ നടത്തുന്ന ആളുകളാണ്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ അവിടെ സജീവമായിട്ടുള്ളത് ഈ പറഞ്ഞ വിശ്വാസികളാണ്. അവര് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, അവർ ഈ പ്രവർത്തനം കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ മതം മാറ്റിയൊക്കെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഓരോ സ്ഥലത്ത് ഓരോ നിറം മാറിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെല്ലാം ഈ പറഞ്ഞ മതവിശ്വാസികൾ, അവരെല്ലാ സ്ഥലത്തും ഒരേ നിറത്തിൽ തന്നെയാണ്. അവർക്ക് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സമൂഹത്തിലുള്ള ഇടപെടലുകളാണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരേ നിറത്തിലാണ് അവർ പ്രവർത്തിക്കുക. അപ്പൊ അവര് നിസ്കരിക്കും, വീട്ടിലാണെങ്കിൽ നിസ്കരിക്കും, പുറത്താണെങ്കിൽ നിസ്കരിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തന സമയത്താണെങ്കിലും നിസ്കരിക്കും. അവർക്ക് വേണമെങ്കിൽ ജമ്മാക്കാം. ഈ പറഞ്ഞ നമസ്കാരങ്ങൾ 2 നേരത്തെ നമസ്കാരം 1 നേരത്തെ നമസ്കരിക്കാം ഈ രക്ഷാപ്രവർത്തനമാണെങ്കിൽ. അതേപോലെ തന്നെ മഴയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പ്രശ്നവുമില്ല. പക്ഷെ മഴ പെയ്യുന്നുണ്ട്, ജമ്മാക്കാം. ഒന്നും ഇയാൾക്കറിയില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ തന്നെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തനം നൽകും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ഹദീസ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഒരു സഹാബി, അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അവിടെ നിർത്തി, ഒരു മരത്തിനടിയിൽ നിർത്തി ഇയാൾ നമസ്കരിക്കാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തേ ഒട്ടകത്തിന് കെട്ടിയില്ലേ? അല്ല, ഞാൻ നിസ്കരിക്കാൻ പോകല്ലേ, അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ തവക്കലാക്കിയിട്ടുണ്ട്, വരമേൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം
നബി അയാളെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു പോയി കെട്ട്, എന്നിട്ട് തവക്കലാക്കി. അപ്പൊ എന്താണ് അവിടെ പ്രവർത്തനം ചെയ്യാതെ പ്രാർത്ഥന അല്ല വേണ്ടത്, പ്രവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇയാൾക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്ന് അള്ളാഹുവല്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ ദുരിതമായ സമയത്ത്, ദുരന്തപൂർണമായ സമയത്തൊക്കെ ദുരന്തങ്ങളായിട്ട്, ഏറ്റവും വലിയ ദുരന്തങ്ങളായിട്ട് നാസ്തികരും നവനാസ്തികരും മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇയാളുടെ ഒക്കെ ഒരു ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്തായിരുന്നു, നാസർ മാവൂര. ഇയാളൊക്കെ ഇവരെ കൂടെയുള്ള ആളുകളാണ്, എസൻസിന്റെയും അതേപോലെ ഇവരൊക്കെ കൂടെ കുറെ പ്രവർത്തനങ്ങളും സംസാരങ്ങളൊക്കെ നടത്തിയ ആളാണ്. അയാൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഈ സമയത്തൊക്കെ ലൈവും അതേപോലെ ട്രോളും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് നാസ്തികന്മാരിപ്പോ ഉണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതിനോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇയാൾ കണ്ടിരുന്നോ എന്ന് നമുക്കറിയില്ല. അയാൾ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അയാൾ എന്താ പറയുന്നത് നമുക്ക്. 2018 ഞാൻ അവർ വലിയ വിഷമം തോന്നിയ സമയത്താണ് ഗ്രൂപ്പുകൾ മൊത്തം അടച്ചുപൂട്ടിയാണ് ഓടിയത്. കാരണം നിങ്ങൾ ഇതിന് യോഗ്യരല്ല, നന്നേ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ഇന്നത് പൊതുപൊടിയാൻ പറയും. 2018 ഞാൻ അവർ വലിയ വിഷമം തോന്നിയ സമയത്താണ് ഗ്രൂപ്പുകൾ മൊത്തം അടച്ചുപൂട്ടിയാണ് ഓടിയത്. കാരണം നിങ്ങൾ ഇതിന് യോഗ്യരല്ല, നന്നേ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ഇന്നത് പൊതുമാധ്യമത്തോട് ഞാൻ പറയുകയാണ്. വളരെ വിഷമാണ് ഈ ഭാഗത്തിന്റെ കാര്യം. യുക്തിവാദികളെ കാലാകാലത്തോടെ ഈ നാട്ടിലെ സ്വന്തം ചിന്തകരെ അങ്ങേറ്റം പുകയറ്റി പറഞ്ഞോളാം ഞാൻ ആർക്കും കരാർ കൊടുത്തില്ല. തെമ്മാടിത്തരം കണ്ടാൽ തെമ്മാടിത്തരമാണെന്ന് പറയണം. അത് യുക്തിവാദി ചെയ്താലും പറയണം, അത് മതവാദി ചെയ്താലും പറയണം, സ്വന്തം ചിന്തകൻ ചെയ്താലും പറയണം. അവരൊന്നും നമ്മൾ താലോലിക്കാൻ അവർ കരാറൊന്നും ഏറ്റിട്ടില്ല. അത്രയും വൃത്തികെട്ട രീതിയിലേക്ക് ഒരു തരം സ്വതന്ത്ര ചിന്തകരായി തീർന്നിട്ടുണ്ട്. ഒരു പണിക്കും പ്രവൃത്തിക്കും പോവാതെ, കുടുംബം നോക്കാതെ ഇരുന്നിട്ട് ഇതിന് ചീട്ടുകളിക്ക് ഇരിക്കുമ്പോൾ ഇരുന്ന് ന്യായം പറയുന്നത് അവനാണ്. ഉറപ്പാണ് താമസിയാതെ ഈ നാട്ടിലെ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും നിരീശ്വരവാദികളും ആ ലെവലിലേക്ക് തരം താഴുമെന്നതിന് ഒരു സംശയം വേണ്ട. ആ രീതിയിലേക്ക് പോകും നിങ്ങളെല്ലാവരും. അത്രയും ക്രൂരമാണ് സ്ഥിതി. കേരളം ഇത്രമാത്രം കരയുന്ന സമയത്ത് ഇരുന്ന് മതം പറഞ്ഞിരിക്കുന്ന സ്വതന്ത്ര ചിന്തകനെ ഇന്ത്യയിൽ വെച്ചേക്കാൻ പറ്റുമെന്ന് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ നിർത്ത്, ഒന്ന് നന്നാവാൻ നോക്ക്, ഒന്ന് മാറാൻ നോക്ക്. ദയവായിട്ട് കോഴിക്കോട് കുതിരവട്ടത്ത് വന്ന് നല്ല ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് തീരുമാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ ഇല്ലാതാവും. പലരും തന്നെ ഇപ്പൊ ഈ സംസാരിക്കുന്ന പലരും കുടുംബത്തിന് ഒറ്റപ്പെട്ടിട്ട കാര്യങ്ങൾ പറയുന്നത്. ആ ലെവലിലേക്ക് പോണ്ട. കുടുംബത്തോടും സമൂഹത്തോടും കൂടെ ഇരുന്ന് പറയുന്ന സ്വതന്ത്ര യുക്തിവാദം ആവശ്യമുള്ളൂ. നിങ്ങളിങ്ങനെ തെറ്റിപ്പെടുന്നത് ചാടി ഭാര്യയെ ഒഴിവാക്കി മക്കളെ ഒഴിവാക്കി ഒന്നും വന്നൊരു ഈ വാക്ക് പറയേണ്ട ഒരു ആവശ്യം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു തരുന്നത് വളരെ ക്ലിയർ ആണ്. കാരണം ഈ ഇതുപോലെയുള്ള ദുരന്ത സമയത്ത് വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ഡയലോഗുകളൊക്കെ അടിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ സംസാരമെങ്കിൽ തന്നെ അത് ശരിയല്ല, പോട്ടെ. എന്നാലും ആ ഒരു പ്രവർത്തനത്തിന്റെ ഇടയിലാണെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും. പക്ഷെ വീട്ടിലിരുന്നിട്ട് ഇതുപോലെയുള്ള ആളുകൾ ഒരു പ്രവർത്തനങ്ങളും ഈ ദുരിത സമയത്ത് പ്രവർത്തിക്കാതെ വീട്ടിലിരുന്ന് ലൈവും അതേപോലെ വീഡിയോസും ഒക്കെ ചെയ്തിട്ട് ഈ പ്രവർത്തിക്കുന്ന ആളുകളെ കളിയാക്കാൻ എത്രത്തോളം അപഹാസ്യമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്ലെങ്കിൽ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിൽ, ഈ ചെയ്യുന്നതിൽ, ഈ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അത് എത്രത്തോളം യുക്തിപരമാണ്. ഇവരുടെ യുക്തി വെച്ച് ചിന്തിച്ചാൽ തെറ്റല്ലേ? കാരണം ഇപ്പൊ ഓൾറെഡി മരണപ്പെട്ട ആളുകളാണ്, അവര് മണ്ണിലും ചളിയിലും ഒക്കെയാണ് കിടക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പോയിട്ട് ആളുകൾ പോകുന്നു, അവിടെ പോയിട്ട് ആ ചളിയും ഒക്കെ മണ്ണൊക്കെ നീക്കിയിട്ട് ആളുകൾ എടുക്കുന്നു, എന്നിട്ട് അവരെ കുളിപ്പിക്കുന്നു, എന്നിട്ട് വൃത്തിയാക്കി ഒരു നല്ല രീതിയിൽ കഫൻ ചെയ്തിട്ട് അതിനുശേഷം നേരെ മണ്ണിലേക്ക് തന്നെയാണ് വെക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുക്തിയല്ലല്ലോ. ചിന്തിച്ചു നോക്കൂ, ഇവരുടെ യുക്തി അനുസരിച്ച് ഇത് ശരിയല്ല, സമയം വേസ്റ്റ് ആണ്, ഈ എനർജി വേസ്റ്റ് ആണ്, പണം വേസ്റ്റ് ആണ് എന്നല്ല ഇവര് പറയേണ്ടത്. അപ്പൊ ഇവരുടെ യുക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അത് ഈ മതമുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരെ ഇതിനും സമ്മതിക്കൂല. ഇവര് പറയും അത് അങ്ങനെ തന്നെ കിടക്കണോട്ടെ, എന്താ രാഹുലി, അതിപ്പോ മണ്ണിൽ തന്നെ കിടക്കണേ, അവിടെ കിടന്നോട്ടെ, എന്തിനാണ് ഇപ്പൊ ആ മണ്ണിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് വേറെ കുഴിച്ചു കൂട്ടേണ്ട ആവശ്യം, അത് കൈ വൃത്തിയാക്കിയിട്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്നല്ലേ ഇവർ ചോദിക്കാം. അപ്പൊ ഇവരെ പോലുള്ള സമൂഹത്തിന് ദുരന്തമായി തീരുന്ന ആളുകളെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.